ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് നമ്മളിതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്നും കൂടി പറയാം. ബാൻഡ് വിഡ്ത്ത് എന്താണ്? വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് ഡിസ്ക്രൈബ്സ് ദ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ. It measures how much data can be sent over a specific connection in a given amount of time. ബാൻഡ് വിഡ്ത്ത് എന്താണ്? നമ്മൾ മാക്സിമം ഡാറ്റ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെ എത്രത്തോളം മാക്സിമം ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്പെസിഫിക് കണക്ഷനിലൂടെ സ്പെസിഫിക് ടൈമിൽ ആ തരുന്ന സമയത്തിനുള്ള ആ തരുന്ന കണക്ഷനിലൂടെ എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 ടൈപ്പ് ബാൻഡ് വിഡ്ത്താണുള്ളത്. സിംഗിൾ ബാൻഡ് വിഡ്ത്തും ചാനൽ ബാൻഡ് വിഡ്ത്തും. അപ്പോൾ എന്താണ് സിംഗിൾ, എന്താണ് ചാനൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിംഗിൾ ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ സിംഗിൾ ബാൻഡ് വിഡ്ത്ത് എന്താണ്? ദ പ്രൈമറി ലിമിറ്റ് ഓൺ എനി കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത്. നമ്മൾ പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ എത്രത്തോളം ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ ലിമിറ്റ് ഉണ്ടല്ലോ. മാക്സിമം ഇപ്പം ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ആ ലിമിറ്റ്, അതിൻ്റെ കപ്പാസിറ്റി, അതാണ് ശരിക്കും എന്താണ് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് ഈസ് ദ ടോട്ടൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അസോസിയേറ്റഡ് വിത്ത് സിഗ്നൽ ഓർ എ ഡിവൈസ് ഓർ എ ചാനൽ. ബാൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ഫോർ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. അത് അനലോഗിന് വേറെ രീതിയിലും അതേപോലെ തന്നെ ഡിജിറ്റൽ സർക്യൂട്ട്സിന് വേറെ രീതിയിലുമാണ് എന്ത് എക്സ്പ്രസ് ചെയ്യുക, ബാൻഡ് വിഡ്ത്ത് എക്സ്പ്രസ് ചെയ്യുക. അനലോഗ് technology, bandwidth is the range of frequencies, the difference between highest frequency signal component and lowest frequency signal component. An electronic signal uses on a given transmission medium. നമ്മൾ പറഞ്ഞ എന്താണ്, 2 രീതിയിലാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എക്സ്പ്രസ് ചെയ്യുക. ഒന്ന് അനലോഗും ഒന്ന് ഡിജിറ്റലും എന്ന് പറഞ്ഞപ്പം അനലോഗിൻ്റെയാണ് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞത്. അനലോഗ് ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക? നമ്മൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീൻ്റെ ബേസിലാണ്. അതായത് ഹയസ്റ്റ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി സിഗ്നൽ കോമ്പോണൻറ്റും ലോവസ്റ്റ് ഫ്രീക്വൻസി സിഗ്നൽ കോമ്പോണൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ ബേസിലാണ് നമ്മൾ നോക്കുക. ആൻഡ് ഇലക്ട്രോണിക് സിഗ്നൽ യൂസസ് എ ഗിവൺ ട്രാൻസ്മിഷൻ മീഡിയ. ആ ഗിവൺ ട്രാൻസ്മിഷൻ മീഡിയയിൽ ഇലക്ട്രോണിക് സിഗ്നൽസ് എത്ര സിഗ്നൽസ് ഹയസ്റ്റ് ഫ്രീക്വൻസി സിഗ്നൽ കോമ്പോണൻറ്റും അതേപോലെ ലോവസ്റ്റ് സിഗ്നൽ ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ നോക്കുക. ഈ ഫ്രീക്വൻസി നമ്മൾ മെയിനായിട്ട് മെഷർ ചെയ്യുന്ന എന്തിനാണ് നോക്കുന്നത്? ദീസ് ഫ്രീക്വൻസീസ് ആർ മെഷേർഡ് ഇൻ നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ചേഞ്ച് പെർ സെക്കൻഡ് ഓർ ഹെട്രിക്സ്. ദെയർഫോർ അനലോഗ് ബാൻഡ്വിഡ്ത്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹെട്രിക്സ്. അപ്പോൾ അത് ഹെട്രിക്സ് നമ്മൾ HZ എന്നാണ് ഇടുക. നാച്ചുറൽ സിഗ്നൽസ് ആർ ദോസ് അസോസിയേറ്റഡ് വിത്ത് വോയിസ്, മ്യൂസിക് ഓർ വിഷൻ ആർ അനലോഗ് ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം എന്താണ് നമ്മൾ അനലോഗ് സർക്യൂട്ടിൽ ബാൻഡ് വിഡ്ത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണ്? റേഞ്ച് ഓഫ് ഫ്രീക്വൻസീൻ്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി സിഗ്നൽ കോമ്പോണൻറ്റും ലോവസ്റ്റ് ഫ്രീക്വൻസി സിഗ്നൽ കോമ്പോണൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡാണ്, അല്ലെങ്കിൽ എന്താണ് ഹെട്രിക്സ് ആണ്. ഒന്നെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹെട്രിക്സ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ സിഗ്നൽസ് വെച്ചാൽ മെയിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ്? വോയിസ്, മ്യൂസിക്, വിഷൻ, അതാണ് നാച്ചുറൽ സിഗ്നൽസ്. അത് മെയിനായിട്ട് അനലോഗാണ് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Digital signals are described as discrete or discontinuous because they are transmitted in a single or separate units called bits. നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് നമ്മൾ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അതൊരു സ്മോൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് യൂണിറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ബിറ്റ്സ്, സ്മോൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് യൂണിറ്റിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ബിറ്റ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് നമ്മൾ പറയുന്നത്. Digital bandwidth has over time acquired a general meaning of how much information can be carried in a given time period, usually a second, over a wired or wireless communication link. For example, a link which a broadband is one that may be able to carry enough information to sustain the succession of images in a video presentation. In digital systems, bandwidth is expressed as bits of data per second, BPS.
അതായത് ഡിജിറ്റൽ ബാൻഡ് വിഡ്ത്തിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓവർ ടൈം അക്വേർഡ്, ആ ഒരു സമയം ആണ് നമ്മൾ നോക്കുന്നത്. മറ്റേതിൽ എന്തെങ്കിലും നോക്കിയത് ബാൻഡ് വിഡ്ത്തിൽ, അതായത് നമ്മൾ അനലോഗ് ബാൻഡ് വിഡ്ത്തിൽ നമ്മൾ എന്തൊക്കെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് നോക്കി. ഇവിടെ നമ്മൾ നോക്കുന്നത് ഹാസ് ഓവർ ടൈം അക്വേർഡ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾക്ക് ഹൗ മച്ച് ഇൻഫർമേഷൻ നമുക്ക് ക്യാരിഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആവാം, ചിലപ്പോൾ എന്താക്കാം വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആവാം, വയേർഡോ വയർലെസ്സോ ആവട്ടെ, വയേർഡ് ഓർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എത്രമാത്രം ഡാറ്റ അല്ലാതെ ഇൻഫർമേഷൻ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നാണ് നോക്കുക. യൂഷ്വലി നമ്മൾ ആ ഗിവൺ പീരീഡ് ഓഫ് ടൈമിന് സെക്കൻഡ്സിലാണ് നോക്കാറ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിപ്പോൾ ഒരു വീഡിയോ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പം, അതായത് സക്സഷനായിട്ട് ഇമേജസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇമേജസ് എന്താണ് ഒക്കുറൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതായത് ആ ഒരു സ്ട്രക്കില്ലാതെ ഫ്ലോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമേജസ് ഇങ്ങനെ ക്യാരി ചെയ്ത് വരാനുള്ള എബിലിറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അനലോഗിൽ നമ്മൾ അനലോഗ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അത് എങ്ങനെയായിരുന്നു മെഷർ ചെയ്യുന്നത്, നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ചേഞ്ച് പെർ സെക്കൻഡ് ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ ബാൻഡ് വിഡ്ത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് ബൈറ്റ്സ് ആണ്, അതായത് ഡാറ്റ പെർ സെക്കൻഡിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. The purpose of communication system is to transfer information from the transmitter, which is located at one place, to a receiver which is usually away from the transmitter. When we send an email, we are sending its a bits of information to the receiver. This information is transported over the air or wire at a certain frequency depending on the mode chosen. The information can be in many forms: voice, video, photo, word document, etc. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്, നമ്മൾ ഇൻഫർമേഷൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഫ്രം ദ ട്രാൻസ്മിറ്റർ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ആൻ വൺ പ്ലേസ് ടു ദ റിസീവർ വിച്ച് ഈസ് ഫാർ അവേ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇൻഫർമേഷൻ ഫാർ അവേയിലേക്ക് നമ്മൾ എന്താക്കുക, ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. അടുത്തല്ല, ഫാർ അവേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇമെയിലൊക്കെ അയക്കുകയാണെങ്കിൽ എന്താണ്, ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താക്കും, റിസീവറിലേക്ക് എന്താക്കും, ട്രാൻസ്ഫർ ആയിരിക്കും. നമ്മൾ അടുത്തുള്ള ആക്കണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലുള്ള ആൾക്കാരിലേക്കും അയക്കുക. അപ്പോൾ എന്താണ്, ദൂരത്തേക്ക് എന്താവും ഇൻഫർമേഷൻ എന്താവും, ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആയി ചിലപ്പോൾ വയറിലൂടെ ആയിരിക്കും, ചിലപ്പോൾ എന്താണ് എയറിലൂടെ ആയിരിക്കും, ഫ്രീക്വൻസീൻ്റെ ബേസിലേക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ആ മോഡ് അനുസരിച്ചിട്ട് അത് എന്താക്കും, ട്രാൻസ്ഫർ ആവും. എന്തായാലും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്തിനാ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ എന്താക്കും, റിസീവർക്ക് അയക്കും. ദൂരെ ആയിരിക്കും അവരുടെ ട്രാൻസ്മിറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ട്രാൻസ്മിറ്ററിന് ആ ട്രാൻസ്മിറ്ററിലേക്ക് ദൂരെയുള്ള അങ്ങോട്ട് നമ്മൾ ഫാർ അവേ ഉള്ള അങ്ങോട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്യുക. ഇൻഫർമേഷൻ കുറേ ഫോമിലുണ്ടാവില്ല. ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അതെന്തെങ്കിലും വോയിസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്, ചിലപ്പോൾ വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ വീഡിയോയും ഫോട്ടോയും ഉണ്ടാവും, ചിലപ്പോൾ വേർഡ് ഡോക്യുമെൻ്റ് ആയിരിക്കും, വാട്ടെവർ എന്തോ ആവട്ടെ, ആ ഇൻഫർമേഷൻ എന്താക്കുക, നമ്മൾ അയക്കുന്ന ആൾക്ക് എത്തിക്കാം. അപ്പോൾ അത് ഫാർ അവേ ആയിരിക്കും, അങ്ങോട്ട് എന്താക്കുക, എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. The smaller frequencies are used for long distance communication and can travel unaffected over large distance, that is less attention. സ്മോളർ ഫ്രീക്വൻസീസ് ആണ് മെയിനായിട്ട് ആർ യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. കാരണം അത് എന്താക്കാം, അൺഅഫക്റ്റഡ് ആയിട്ട് ലോങ് ഡിസ്റ്റൻസിലൂടെ അത് ട്രാവൽ ചെയ്യും. ദാറ്റ് ഈസ് ലെസ് ആൻറ്റണേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് നമുക്കത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ലാർജർ ഫ്രീക്വൻസീസ് ഹാവ് ഗ്രേറ്റർ എനർജി ആൻഡ് ക്യാൻ ക്യാരി മോർ ഇൻഫർമേഷൻ, ബട്ട് ദേ ആർ ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. അതായത് നമുക്കെന്താണ്, സ്മോളർ ഫ്രീക്വൻസീസ് ആകുമ്പോൾ എന്താണ്, കുറച്ചേ ക്യാരി ചെയ്യുന്നുള്ളെങ്കിലും അതെന്താ ലോങ് കമ്മ്യൂണിക്കേഷനിൽ ലോങ് ആയിട്ട് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും എന്താക്കാം, അത് ട്രാവൽ ചെയ്യും, അൺഅഫക്റ്റഡ് ആണ്, എത്ര ഡിസ്റ്റൻസിന് ഒരു എഫക്റ്റ് ഇല്ല. പക്ഷേ ലാർജർ ഫ്രീക്വൻസീസ് ആകുമ്പോൾ കുറേ എനർജി ക്യാരി ചെയ്യുക, അതായത് കുറേ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുക. പക്ഷേ അതെന്താണ്, ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലേക്ക് അത് എന്താക്കാൻ പറ്റില്ല, അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഫോർ ട്രാൻസ്മിറ്റിംഗ് സൗണ്ട് ഓർ സ്പീഡ് ഫ്രീക്വൻസീസ് റേഞ്ച് ഓഫ്, അത് ഓരോ ഫ്രീക്വൻസീസിന് ഇത് പറയുകയാണ്.
For sound or speech, frequencies range of 300 Hz to 3100 Hz is sufficient, and hence the current telephones operate at a bandwidth of 2800 Hz. അത് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മൾ സ്പീച്ചൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 300 Hz ടു 3100 Hz ആണ് മെയിനായിട്ട് ഫ്രീക്വൻസി റേഞ്ച് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെലിഫോണില്ലേ, ഇപ്പോഴത്തെ കറൻറ്റ് ടെലിഫോൺസ് ഓപ്പറേറ്ററിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ബാൻഡ്വിഡ്ത്ത് അതിൻ്റെ മിഡിൽ, അതായത് 2800 Hz ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് മ്യൂസിക് റിക്വയർസ് എ ബാൻഡ്വിഡ്ത്ത് ഓഫ് സിഗ്നൽ ഓഫ് 20 Hz ബിക്കോസ് ദ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് വെറൈറ്റി ഓഫ് പിച്ചസ്. അതായത് ഓരോ ഇപ്പോൾ മ്യൂസിക് ആകുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ് ഓരോ പിച്ചാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ബാൻഡ്വിഡ്ത്ത് എന്ന് വെച്ചാൽ 20 Hz ആണ്. ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാൻഡ്വിഡ്ത്ത് ഈസ് ദാറ്റ് എനി ബാൻഡ് ഓഫ് എ ഗിവൺ width can carry the same amount of information regardless where the band is located in a frequency spectrum. For example, 4 Hz signal bandwidth can transmit a telephone conversation whether it is through lower frequency like wired telephone or modulated to a higher frequency, that is cell phone. ഇതിനൊരു കീ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാൻഡ് വിഡ്ത്തിൽ നമുക്ക് എനി ബാൻഡ് ഓഫ് ഗിവൺ വിഡ്ത്ത് നമുക്ക് എന്താ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റിഗാർഡ്ലെസ് വേർ ദ ബാൻഡ് ഈസ് ലൊക്കേറ്റഡ്. ബാൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്നുള്ളത് വിഷയമല്ല, അത് ആ സെയിം എമൗണ്ട് ഓഫ് ഡാറ്റ അത് ഇങ്ങോട്ട് വേണമെങ്കിൽ എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു വയേർഡ് ഫോൺ ആണെങ്കിലും അല്ല മോഡ്ലെസ് സെൽ ഫോൺ ആണെങ്കിലും ഒക്കെ എന്താക്കാം ആ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. അപ്പം നമ്മളിവിടെ സിഗ്നൽ ബാൻഡ് വിഡ്ത്താണ് ഇപ്പോൾ നമ്മൾ നോക്കിയതിൽ നമുക്ക് ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് വേണ്ടി നോക്കാം. നെക്സ്റ്റ് ചാനൽ ബാൻഡ് വിഡ്ത്താണ്. അപ്പോൾ ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്താണ്? ബാൻഡ് വിഡ്ത്ത് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ ചാനൽ ഓർ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് ഓഫ് ദാറ്റ് ചാനൽ. നമ്മൾ പറഞ്ഞ് ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ, നമ്മൾ ആദ്യം എന്താണ് കപ്പാസിറ്റി ഓഫ് ചാനൽ, അല്ലെങ്കിൽ ആ ചാനലിലൂടെ എത്ര സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നും കൂടി ബാൻഡ് വിഡ്ത്തിനൊരു മീനിങ് ഉണ്ട്. This channel bandwidth may be physically limited to the medium used by the channel or artificially limited by the communication standards. The bandwidth of radio transmission, for example, are artificially limited by the law or to allow more different moduled carriers to share the airwaves at the same time while preventing interference between them. In a wired-based communication channel, bandwidth is often limited by the wires. Certain physical characteristics of wires cause degradations in their high frequency transmission of capabilities. അപ്പം ഈ ചാനൽ ബാൻഡ് വിഡ്ത്തിൻ്റെ മെയിനായിട്ടുള്ള ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ മീഡിയം യൂസ്ഡ് ബൈ ചാനൽ ഉണ്ടല്ലോ, ആ ചാനലിന് വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയത്തിൽ അതിൻ്റെ ഫിസിക്കൽ അത് ലിമിറ്റഡാണ്. മേ ബി ഫിസിക്കലി ലിമിറ്റഡ് ടു ദ മീഡിയം യൂസ്ഡ് ബൈ ദ ചാനൽ. അപ്പോൾ ചാനലിൽ ഏത് മീഡിയമാണോ യൂസ് ചെയ്യുന്നത് അതായിട്ട് അതെന്താണ് ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ വയേർഡൊക്കെ ആണെങ്കിൽ എത്രയാണോ അത് ഉള്ളതെന്ന് വെച്ചാൽ അത്ര മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ റേഡിയോ ട്രാൻസ്മിഷൻ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബാൻഡ് വിഡ്ത്ത് ഓഫ് റേഡിയോ ട്രാൻസ്മിഷൻ ആകുമ്പോൾ അത് ഇത്രയേ പാടുള്ളൂ എന്ന് ആർട്ടിഫിഷ്യലി ലിമിറ്റഡ് ബൈ ലോ ആണല്ലേ, ലോ ഓൾറെഡി ലിമിറ്റഡ് ആണ്. അതേപോലെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് എന്തിനുണ്ട് ചാനൽ ബാൻഡ് വിഡ്ത്തിന് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യലി ലിമിറ്റഡ് ബൈ ലോ ഓർ അലൗ മോർ ഡിഫറെൻറ്റ് modulated carriers to share the airwaves at the same time while preventing interface between them. അതായത് നമുക്കെന്താ പറയുന്നത്, നമുക്ക് എയർവേസിൽ നമുക്ക് ഒരുപാട് എന്തുണ്ട്, നമുക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി വയേർഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ചാനലാണെങ്കിൽ എന്താണ് പറയുന്നത്, ഇനിയിപ്പോൾ റേഡിയോ ഒക്കെ ആകുമ്പം എന്താണ്, അത് എയർവേവ്സിലൂടെയാണ് അല്ലേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുകയല്ലേ. റേഡിയോയ്ക്ക് നമുക്കറിയാം ആൻറ്റിന ഉണ്ടാവും, ആൻറ്റിന വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. എന്നാലും അതെന്താണെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ബൈ ലോ ആണ്. പക്ഷേ ഇനിയിപ്പോൾ വയേർഡ് കമ്മ്യൂണിക്കേഷൻ ചാനലാകുമ്പോൾ എന്താണ് ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് ബൈ ദ വയർ. ആ വയർ എത്രയാണോ അത്രയേ നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത് സെർട്ടൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വയേഴ്സ് കോസ് ഡിഗ്രഡേഷൻ ഇൻ ദെയർ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിഷൻ. അപ്പോൾ നമുക്ക് ആ വയേർഡ് ആകുമ്പം ആ വയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിഷന് കുറേ എന്തുണ്ട്, നമുക്ക് സെർട്ടൺ ലിമിറ്റേഷൻസ് ഉണ്ട്.
എന്താണ് പറഞ്ഞത്, certain physical characteristics of wires cause degradations in their higher frequency transmission capability. ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റിയിൽ എന്താണ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സിഗ്നൽ ബാൻഡ്വിഡ്ത്തും ചാനൽ ബാൻഡ്വിഡ്ത്തും ആണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അത് ഫ്രീക്വൻസീൻ്റെ ബേസിൽ ആണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അത് റേഞ്ച് നോക്കുന്നത്. അപ്പം അത് 2 ടൈപ്പിലാണ് ബാൻഡ്വിഡ്ത്ത് സിഗ്നലിലുള്ളത്. അതായത് സിഗ്നൽ പ്രകാരം അനലോഗും ഡിജിറ്റലും ആയിരുന്നു പറഞ്ഞത് നമ്മൾ. അപ്പോൾ അനലോഗ് ആകുമ്പോൾ അത് നമ്മൾ നോക്കുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീൻ്റെ ബേസിലും, ഡിജിറ്റൽ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ബേസിലാണ് നോക്കിയിരുന്നത്, നമ്മൾ എത്രത്തോളം ടൈമിന് എത്രത്തോളം ഡാറ്റ ഒരു പീരീഡിൽ ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ള നോക്കുന്നത്. വയറോ വയർലെസ്സോ ആവട്ടെ, എത്രത്തോളം ഡാറ്റ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ചാനൽ ബാൻഡ്വിഡ്ത്ത് ആകുമ്പോൾ ഫിസിക്കലി ഒരു ലിമിറ്റഡ് ആണ് ഒരു മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അല്ലേ. മേ ബി ഫിസിക്കലി ലിമിറ്റഡ് ടു ദ മീഡിയം യൂസ്ഡ് ബൈ ദ ചാനൽ. അപ്പോൾ ചാനൽ ഏത് മീഡിയം ആണോ യൂസ് ചെയ്യുന്നത് അതിൽ അതെന്താണ് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യലി ലിമിറ്റഡ് ബൈ ദ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഫിസിക്കലായിട്ട്, അതായത് ഫിസിക്കലി ലിമിറ്റഡ് എന്ന് പറയുന്നത് വയറാണ്. അപ്പോൾ വയേർഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് ആ വയറുമായിട്ട് അതെന്താണ് ലിമിറ്റഡ് ആണ്. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യലി ആണ് യൂസ് ചെയ്യുന്നത്, അതിന് കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്, അതാണ് റേഡിയോ പറഞ്ഞത്. അപ്പോൾ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സിൽ ലിമിറ്റഡ് ഉണ്ടാവും. അപ്പോൾ ആ ലിമിറ്റേഷൻ ഇത് ബാധകമാണ്. അപ്പം ഇതിലെന്താണ് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ഹയർ ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റീസിനെ ഇത് ബാധിക്കും. അപ്പം ഇതാണ് മെയിനായിട്ട് വരുന്ന 2 ബാൻഡ്വിഡ്ത്ത്.